ഒരു കുഞ്ഞ് 6 അമ്മമാരുടെ സ്നേഹത്തിൽ വളർന്നു. ലോകത്തിലെ മറ്റൊരു പുരാണത്തിലും കാണാത്ത അപൂർവമായ ഒരു മാതൃകഥ. ശിവപുത്രനായ കാർത്തികേയന്റെ 6 അമ്മമാർ. അവർ ആരായിരുന്നു? ആ കഥയ്ക്ക് ഇന്നും ആകാശത്ത് തിളങ്ങുന്ന കാർത്തിക നക്ഷത്രവുമായി എന്ത് ബന്ധമാണ് ഉള്ളത്? സ്നേഹവും ത്യാഗവും ദൈവിക നിയോഗവും ഒരുമിച്ച് ചേർന്ന അതുല്യമായ മാതൃത്വത്തിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ പുരാണങ്ങളിലെ ഏറ്റവും വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ മാതൃകഥകളിൽ ഒന്നായി ഇത് പറയപ്പെടുന്നു. കാർത്തിക കന്യമാർ. പുരാണങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ദൈവിക സ്ത്രീ സമൂഹമാണ് ഇവർ. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ആരാണ്? വിവിധ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അവരെ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുന്നു. സ്കന്ദപുരാണം, ശിവപുരാണം, മഹാഭാരതം, പത്മപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ചിലയിടങ്ങളിൽ അവർ അഗ്നിദേവനുമായി ബന്ധപ്പെട്ട ദൈവിക ശക്തികളായി പറയുന്നു. ചില പുരാണങ്ങളിൽ സപ്തഋഷിമാരുടെ ഭാര്യമാരായ 6 പേരായി അവരെ ചിത്രീകരിക്കുന്നു. മറ്റു ചില പാരമ്പര്യങ്ങളിൽ അവർ സ്വർഗത്തിലെ ദിവ്യ കന്യകമാരായിട്ടാണ് പറയുന്നത്. എന്നാൽ എല്ലാ കഥകളെയും ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ സത്യമാണ്, അവർ മാതൃത്വത്തിന്റെ പ്രതീകങ്ങളാണ്. കാർത്തികേയനെ സ്വന്തം പുത്രനെ പോലെ സംരക്ഷിച്ച 6 ദൈവിക മാതാക്കൾ. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ ആകാശത്തിലെ കാർത്തിക നക്ഷത്ര സമൂഹമായി മാറി എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അസുര രാജാവായ താരകാസുരൻ നേടിയ വരദാനത്തിന്റെ ശക്തിയിൽ ദേവലോകം വിറച്ചു നിന്നു. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരങ്ങൾ കാരണം ശിവന്റെ പുത്രന് മാത്രമേ താരകാസുരനെ വധിക്കുവാൻ കഴിയൂ. എന്നാൽ ആ സമയത്ത് ശിവൻ ലോകകാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്ന് മഹാതപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സതീദേവിയുടെ വിയോഗത്തിന് ശേഷം വൈരാഗിയായ മഹാദേവന് സന്താനമുണ്ടാകുമെന്ന പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേവലോകത്തിന്റെ ഭാവി ഒരു പൂർണ്ണമാകാത്ത അവസ്ഥയിൽ നിന്നു. ഒടുവിൽ പാർവതീദേവിയുടെ അചഞ്ചലമായ തപസ്സും ദേവന്മാരുടെ പ്രാർത്ഥനകളും ഫലിച്ചു. ശിവപാർവതി വിവാഹം നടന്നു. കാലങ്ങൾ പിന്നിട്ടു. ശിവന്റെ ദിവ്യ തേജസ് പ്രപഞ്ചത്തെ തന്നെ ദഹിപ്പിക്കുവാൻ ശേഷിയുള്ള അഗ്നിജ്വാലയായി പുറത്തു വന്നു. അതൊരു സാധാരണ ജീവനും ദേവനും പോലും തടയുവാനാകാത്ത ശക്തിയായിരുന്നു. ആ ദിവ്യ തേജസ്സിനെ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനുള്ള ദൗത്യം അത് ഏറ്റെടുത്തത് അഗ്നിദേവനാണ്. എന്നാൽ ശിവതേജസ്സിന്റെ അതിരില്ലാത്ത താപം അഗ്നിദേവന് പോലും സഹിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ വായുദേവൻ തന്റെ പ്രാണശക്തിയാൽ ആ ദിവ്യ തേജസ്സിനെ വഹിച്ചുകൊണ്ട് അതിന്റെ യാത്രയ്ക്ക് വഴിയൊരുക്കി. ആ തേജസ് ഗംഗാദേവിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഗംഗ തന്റെ ദിവ്യജല പ്രവാഹത്തിലൂടെ അതിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ പ്രകൃതിയും ദൈവിക ശക്തിയും ഒന്നിച്ചപ്പോൾ ആ അഗ്നിബീജത്തെ സംരക്ഷിക്കപ്പെട്ടു. അവിടെ 6 താമരപ്പൂക്കളിലായി ആ ദിവ്യ അഗ്നികൾ സംരക്ഷിച്ചു. പിന്നീട് അതിൽ നിന്നും 6 ദിവ്യ ശിശുക്കൾ പിറന്നു. ഗംഗയിൽ സ്നാനത്തിന് വന്ന കാർത്തിക കന്യമാർ ആ ദിവ്യ ശിശുക്കളെ കാണുന്നു. ആ നിമിഷം ആ അമ്മമാരുടെ ഉള്ളിലെ മാതൃത്വം ഉണരുകയും 6 കാർത്തിക കന്യമാർ മാതൃസ്നേഹത്തോടെ ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് പാർവതി ദേവി ആ 6 ശിശുക്കളെയും ഒരേ ഒരു ദിവ്യരൂപമായി ഏകീകരിക്കുമ്പോൾ 6 മുഖങ്ങളും 12 കൈകളും ചേർന്നുള്ള ദിവ്യ സേനാധിപതിയായ ഷൺമുഖൻ, സ്കന്ദൻ അഥവാ കാർത്തികേയൻ, താരകാസുരന്റെ അന്ത്യം കുറിക്കുവാൻ വിധിക്കപ്പെട്ട ദൈവപുത്രനായി മാറി. ഒരു മഹാനായ നായകനായി വളർന്നു. അതുകൊണ്ട് തന്നെ ആ 6 അമ്മമാർ 6 വ്യക്തികളെ മാത്രമല്ല പ്രതിനിധീകരിക്കുന്നത്. കരുണ, സംരക്ഷണം, ത്യാഗം, പോഷണം, ഐക്യം, നിസ്വാർത്ഥ സ്നേഹം എന്നീ മാതൃത്വത്തിന്റെ 6 ശാശ്വത രൂപങ്ങളെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർത്തികേയന്റെ ജനനകഥ ഒരു ദൈവാവതാരത്തിന്റെ കഥ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തവും ഹൃദയസ്പർശിയുമായ മാതൃഗാഥകളിൽ ഏറ്റവും അനശ്വരമായി നിലനിൽക്കുന്ന ഒരു കഥയാണ്. പുരാണങ്ങളിൽ മാതൃത്വത്തിന്റെ നക്ഷത്രങ്ങളായി അനശ്വരകളായി നിൽക്കുന്ന ആ 6 സ്ത്രീകളുടെ പേരുകൾ യഥാക്രമം ഇങ്ങനെ പറയുന്നു: ശിവ, സംഭൂതി, പ്രീതി, സന്നതി, അനസൂയ, ക്ഷമ എന്നിങ്ങനെയാകുന്നു. മറ്റു ചില പാരമ്പര്യങ്ങളിൽ
അംബ, ദുല, നിദാഗ്നി, അഭ്രയന്തി, മേഘയന്തി, വർഷയന്തി, ചുബുകിനി എന്നിങ്ങനെ അറിയപ്പെടുന്നു. കാർത്തികേയന്റെ കഥയിലെ ഏറ്റവും അത്ഭുതകരമായ ഭാഗം അദ്ദേഹത്തിന്റെ യുദ്ധവിജയങ്ങൾ മാത്രമല്ല, ഒരു ദൈവപുത്രന്റെ 6 അമ്മമാർ ചേർന്ന് വളർത്തിയ അപൂർവമായ മാതൃകഥ കൂടിയാണ്. പുരാണങ്ങൾ അതിനെ ദിവ്യചരിത്രമായി അവതരിപ്പിക്കുമ്പോൾ ജ്യോതിശാസ്ത്രം അതിനെ ആകാശത്തിലെ കാർത്തിക നക്ഷത്ര സമൂഹവുമായി ബന്ധിപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസവും പ്രതീകാത്മകതയും ആകാശ നിരീക്ഷണവും ഒത്തുചേരുന്ന ഈ കഥ പുരാണങ്ങളിലെ ഏറ്റവും മനോഹരമായ മാതൃരൂപങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് പുതിയൊരറിവ് നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം പുരാണ സംബന്ധമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.